നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോൾ ലോകത്തിന് തന്നെ ആശങ്കയാവുകയാണ്. ലോകം മുഴുവൻ ആശങ്കയുടെ നിഴലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇറാനിലേക്ക് അമേരിക്കയുടെ പടനീക്കമുണ്ടായിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇറാനിലേക്ക് വലിയ ശക്തികൾ നീങ്ങുന്നുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ മേഖലയിലേക്ക് വലിയ കപ്പൽപ്പടയെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സംഘത്തെ ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറാനിലേക്ക് വലിയ കപ്പൽപ്പട പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിലേക്ക് വലിയ ശക്തികളെ അയച്ചിരിക്കുകയാണ്. ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാനെ വളരെ അടുത്ത് നമ്മൾ നിരീക്ഷിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. ഇറാനിലെ പ്രക്ഷോഭത്തിനിടയിൽ പ്രതിഷേധക്കാർക്കെതിരെ ഭരണകൂടം നടത്തിയ അക്രമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ട്രംപ് നടത്തിയത്. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് പ്രക്ഷോഭകാരികളെ തൂക്കിലേറ്റുമെന്ന തീരുമാനത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. 837 പേരുടെ തൂക്കുകയർ ഞാൻ ഒഴിവാക്കിക്കൊടുത്തു, അവർ മരിച്ചുപോയേനെ, അവരെ ഓരോരുത്തരെയും തൂക്കിലേറ്റുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിലേക്ക് അടുത്ത ദിവസങ്ങളിലായി സൈനിക ഗ്രൂപ്പുകൾ അടങ്ങിയ വിമാനം എത്തിച്ചേരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ അടക്കമുള്ളവ കഴിഞ്ഞ ആഴ്ച തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും യാത്ര തിരിച്ചു എന്നും ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതേസമയം പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇനിയൊരു ആക്രമണമുണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ മടിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അൻരാഗ്ചി മുന്നറിയിപ്പ് നൽകിയത്. നിലവിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഉൾപ്പെടെയുള്ളവർ ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഇറാനിൽ രാഷ്ട്രീയ പ്രക്ഷോഭം നടക്കുകയാണ്. റിയാലിന്റെ തകർച്ചയും നാണ്യപ്പെരുപ്പവും മൂലമാണ് ഇറാനിൽ പ്രതിഷേധം ആരംഭിച്ചത്. പ്രതിഷേധം തണുപ്പിക്കാനായി രാജ്യത്തെ ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിരുന്നു. പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് ഈ നീക്കങ്ങളെ എല്ലാം ലോകം നോക്കിക്കാണുന്നത്. ട്രംപ് എന്ത് തീരുമാനമെടുക്കും, അതിന് മറുപടിയായി ഇറാൻ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇപ്പോൾ ലോകത്തിന്റെ ആശങ്ക.